നമസ്കാരം. മഹാകവി ചന്ദ്രകൃഷ്ണൻ പിള്ളയുടെ വാഴക്കുല എന്നൊരു കവിതയായിട്ട് ഞാനിവിടെ മൂന്നാം പാട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അമ്മേ ദേ അച്ഛൻ വരുന്നുണ്ട്. കണ്ണ രാജപ്പ ഓടിവാ, ദേ അച്ഛൻ വരുന്നുണ്ട്. പാർവതി കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ട് തരൂ. അച്ഛാ ഞങ്ങൾക്ക് കഴിക്കാൻ പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല കുട്ടികളെ, എല്ല് മുറി പണിയെടുത്തു, എന്നിട്ടെന്നാ കാൽ കാശ് പോലും കയ്യിലില്ല. ഞാനും പാർവതിയും എങ്ങനെയെങ്കിലും പട്ടിണി സഹിച്ചോളാം. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ ഈ അച്ഛൻ്റെ ചങ്ക് പൊടിയുന്നത്. ആ ഒരു വാഴക്കുല മൂത്തിട്ടുണ്ടല്ലോ. മോളെ നീ ഓടിച്ചെന്ന് ആ കത്തി ഇങ്ങെടുത്തിട്ട് വാ. അച്ഛനീ വാഴക്കുല മുറിക്കട്ടെ. അച്ഛാ അമ്മ പറഞ്ഞ് വാഴക്കുല പഴിക്കുമ്പോൾ നമുക്ക് ദിവസവും കഴിക്കാം. ആ അത് ശരിയാണല്ലോ. അച്ഛാ ഇതിലാദ്യം പഴിക്കുന്ന പഴം മോൾക്ക് തരണേ. ഇല്ല, ഇതിലാദ്യം പഴിക്കുന്ന പഴം കണ്ണനാ. ഏറ്റവും കൂടുതൽ വാഴയ്ക്ക് വെച്ചത് ഞാനല്ലേ. നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? അച്ഛന്റെയും അമ്മയുടെയും നീതി നിങ്ങൾക്ക് തരാം. തീർന്നല്ലോ രണ്ടുപേരെയും പ്രശ്നം. ആ കത്തിങ്ങെടുത്ത്. അയ്യോ ചതിച്ചോ ദൈവമേ. തമ്പുരാൻ വരുന്നുണ്ട്. തമ്പുരാൻ ഈ കൊല എന്തായാലും കണ്ടാക്കും, ഉറപ്പാ. നമ്മളോട് ചോദിക്കും. അച്ഛാ തമ്പുരാൻ എന്താ ചോദിക്കുന്നത്? ഇത് നമ്മൾ നട്ട നമ്മുടെ കാര്യല്ലേ, തമ്പുരാൻ എന്താ ചോദിക്കുന്നത്? അങ്ങനെയൊന്നും പറയില്ലേ മക്കളെ. തമ്പുരാൻ വരുന്നുണ്ട്. ആരും ഒരു അക്ഷരം പോലും വിട്ടുപോകരുത്. തമ്പുരാൻ എന്താ മണിയാ, പടിയല്ല കഴിഞ്ഞോ? കഴിഞ്ഞു തമ്പുരാ. ആ ഒരു വാഴക്കുല അങ്ങ് മൂത്തിട്ടുണ്ടല്ലോ. വെട്ടി നമ്മളെ വെട്ടി അങ്ങ് കൊണ്ടുവിടണം. ശരി തമ്പുരാ. അച്ഛൻ എന്തിനാ തമ്പുരാനോട് നമ്മുടെ വാഴക്കുല കൊടുക്കാന്ന് പറഞ്ഞത്? അങ്ങനെ ഒന്നും പറയില്ലേ മക്കളെ. ഈ കാണുന്ന വാഴയും ഈ കാണുന്ന തെങ്ങും ഇവിടത്തെ എല്ലാം തമ്പുരാന്റെയാ. നമുക്ക് ഇതിൽ നിന്നൊന്നും പോലും വിധിച്ചിട്ടില്ല. ആ കത്തി കെടുക്ക അച്ഛൻ കൊണ്ടുപോയി തമ്പുരാനോട് ഏൽപ്പിക്കട്ടെ. അച്ഛാ കൊണ്ടുപോകരുത് അച്ഛാ, അച്ഛാ കൊണ്ടുപോകരുത് അച്ഛാ. അച്ഛനറിയാവോ, തമ്പുരാന്റെ മക്കൾ പാലും പായസം കുടിച്ച് സുഖമായി ജീവിക്കുമ്പോൾ പട്ടിണി വയറുമായി ഈ തോട്ടിലെ വെള്ളം കുടിച്ച് ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ വാഴയാണ് അച്ഛാ. അച്ഛാ കൊണ്ടുപോകരുത് അച്ഛാ. അച്ഛനറിയാവോ, ഈ മോൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഒരു നേരം വയറു നിറച്ച് ആഹാരം കഴിക്കണം. അതാണ് അച്ഛൻ്റെ ആഗ്രഹം. അച്ഛാ കൊണ്ടുപോകരുത് അച്ഛാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ വിഷമപ്പെടുത്തരുത്. നമുക്ക് വേറെ ഒരു വാഴ നടാം. അച്ഛാ കൊണ്ടുപോകരുത് അച്ഛാ. അമ്മേ അച്ഛനോട് പറ കൊണ്ടുപോകരുതെന്ന്. ഹലോ അച്ഛാ കൊണ്ടുപോകരുത്.